20,000 എലികൾ വസിക്കുന്ന ഒരു ക്ഷേത്രം. രാജസ്ഥാനിലെ ബിക്കാനീറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട്, കർണി മാതാ ക്ഷേത്രം. ബിക്കാനീറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ദേശ്നോഗ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ തന്നെ മനോഹരമായ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ ശ്രദ്ധേയമാണ്. എന്നിരുന്നാൽ കൂടി ഈ ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് ഇവിടെ താമസിക്കുന്ന എലികളാണ്. 20,000-ഓളം എലികൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രസാദവും മറ്റുമൊക്കെ ഭക്ഷിച്ച് അവ അവിടെ തന്നെ വസിക്കുന്നു. ഡോറിൻ്റെ ഹാൻഡിൽ മുതൽ ഗ്രില്ല് വരെയും മേൽക്കൂരയിലും മാർബിൾ തറയിലുമെല്ലാം ഇവയെ കാണാം. ലോകത്ത് തന്നെ മറ്റൊരിടത്തും ഇങ്ങനൊരു കാഴ്ച കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കാഴ്ച കാണാനായി കൂട്ടമായി ആളുകൾ എത്താറുണ്ട്. ക്ഷേത്രത്തിൽ എപ്പോഴും ഭക്തരുടെ വൻ തിരക്കുണ്ട്. എന്നാൽ ഇതൊന്നും എലികളെ ബാധിക്കുന്നതേയില്ല. അവ ആരെയും കൂസാതെ ഓടി നടക്കുന്നുണ്ട്. എന്നാൽ ആരുടെയെങ്കിലും കാല് തട്ടി ഒരു എലി മരിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദിയായ വ്യക്തി എലിയുടെ ഒരു സ്വർണ്ണ പ്രതിമ ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ എലികളെല്ലാം വളരെയധികം സുരക്ഷിതരാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ നേരിടാനുള്ള സുരക്ഷാ മാർഗങ്ങളെല്ലാം ക്ഷേത്ര ജീവനക്കാർ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം താമസിക്കുന്ന പുരോഹിതന്മാരും ക്ഷേത്രത്തിലുണ്ട്. അവരാണ് എലികൾക്ക് ഭക്ഷണവും മറ്റുമൊക്കെ നൽകുന്നത്. ഈ ക്ഷേത്രത്തിൽ എലികളെ ആരാധിക്കുന്നതിന് പിന്നിൽ പല കഥകളുണ്ട്. അത്തരത്തിലൊരു കഥയാണ് എലിയായി പുനർജനിച്ച രാജകുമാരൻ്റെ കഥ. കർണി മാതയുടെ മകനായ ലക്ഷ്മൺ ഒരിക്കൽ കപിൽ സരോവറിൽ വെള്ളം കുടിക്കുന്നതിനിടയിൽ അതിൽ വീണു മരിച്ചു. ദുഃഖിതയായ കർണി മാത മരണത്തിൻ്റെ ദേവനായ യമനോട് തൻ്റെ മകനെ തിരികെ നൽകണമെന്ന് യാചിച്ചു. ആദ്യം അത് നിരസിച്ചെങ്കിലും പിന്നീട് ദയ തോന്നിയ യമദേവൻ ലക്ഷ്മണനെ കൂടാതെ കർണി മാതയുടെ എല്ലാ ആൺമക്കളും മരണശേഷം അവിടെ എലികളായി അവതാരമെടുക്കുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് അവിടെ എലികളെ ആരാധിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം. ആയിരക്കണക്കിന് കറുത്ത എലികൾക്കിടയിൽ ചില വെളുത്ത എലികളെ കാണാൻ സാധിക്കും. കർണി മാതയുടെ 4 പുത്രന്മാരുടെ അവതാരമാണ് ആ വെളുത്ത എലികൾ എന്നാണ് വിശ്വാസം.